കുറേ ദിവസമായിട്ട് ആരിഫ് KUNന്റെ മോൻ കിടന്നങ്ങനെ ഇളകുന്നുണ്ട്. അപ്പം ഈ ആരിഫ് KUNന്റെ മോൻ ഇട്ട ഒരു പോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് പ്രമോദ് രാമൻ ഇട്ട ഒരു പോസ്റ്റും ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. എനിക്ക് വലിയ ഗ്രാഹ്യവും അറിവോ ഒന്നുമില്ല കേട്ടോ. എനിക്ക് പാലസ്തീൻ വിഷയങ്ങളെ പറ്റി സംസാരിക്കാനോ അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനോ ഉള്ള ഒരു കഴിവുള്ള ലേഡിയല്ല. ബിക്കോസ് എനിക്ക് ഭയങ്കരമായി ഹേർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് അവിടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ളത്. യുദ്ധത്തിൻ്റെ നിയമങ്ങൾക്ക് വിപരീതമായി ആ യുദ്ധനീതിക്ക് എഗൻസ്റ്റ് ആയിട്ട് അവിടെ പലതും നടന്നിട്ടുണ്ടെന്ന് വാർത്തകളിൽ കൂടെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇസ്രായേലിനോട് എനിക്ക് തീർത്താൽ തീരാത്ത വെറുപ്പും പകയും പുച്ഛവുമാണ്. പിന്നെ ഇവൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രമോദ് ഇതെടുത്ത് ഇട്ടിട്ടുള്ളത്. അദ്ദേഹം ഇട്ടിരിക്കുന്നതിൻ്റെ റീസൺ ഇവിടെ എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്നത് ഫ്രീ തിങ്കേഴ്സ് ഫോറം എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സുമ്മാതേന്ന് അവിടെ ഫ്രീ തിങ്കർ ആരുമില്ല. എല്ലാവർക്കും ഫ്രീ സെക്സ് വേണം. അതിന് വേണ്ടിയിട്ട് ആ ഫ്രീ തിങ്കിങ് കൊണ്ടുവരുന്നതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രീ തിങ്കേഴ്സ് അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് പ്രമോദനെ പോലുള്ളവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. യുക്തിവാദികളായിട്ട് അപ്പം സഹോദരൻ അയ്യപ്പൻ തുടങ്ങി ഒത്തിരി യുക്തിവാദികളാണ് നമ്മുടെ നാട്ടിൽ നവോത്ഥാനങ്ങൾ കൊണ്ടുവന്നത്. നവോത്ഥാനം പിന്നെ മീൻസ് പ്രാകൃതരായി നിന്ന് നമ്മൾ ഗോത്രാചാരങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു പറ്റം ജനതയെ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ആകുന്നതിനോടനുസരിച്ച് നമ്മളുടെ ബോധ നിലവാരവും ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തന്നത് യുക്തിവാദികൾ തന്നെയാണ്. തർക്കം വേണ്ട, അത് തന്നെയാണ് വസ്തുത. ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. മതബോധവും മതദോഷവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഈക്വലായി പരിഗണിച്ച് അവരുടെ മതവിശ്വാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ തന്നെയാണ് നവോത്ഥാന നായകന്മാരൊക്കെ. അങ്ങനെ തന്നെയാണ്. ആർക്കും ഇന്ന മതമോ മതബോധങ്ങളോ തീവ്ര മതവിശ്വാസങ്ങളോ ഒന്നുമില്ല. ഓൾറെഡി ഒരു നവോത്ഥാന നായകന് മാത്രം മതബോധമുണ്ടായിരുന്നു. അത് മുഹമ്മദ് നബിയാണ്. അദ്ദേഹത്തിന് മതമുണ്ട്. ആ മതമാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്തുകൊണ്ട് 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിസ്സാരപ്പെട്ട നവോത്ഥാന നായകനല്ല അദ്ദേഹം എന്ന് ചുരുക്കം. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ആരിഫിന് അത്യാവശ്യം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് അവൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ് ഈ സുന ബേസ് ചെയ്തിട്ടുള്ള കാര്യം. ഈ ഒരു സ്പെസിഫിക് വാർത്ത മീഡിയ മുന്നിൽ വന്ന വാർത്തയാണ്. ഈ വാർത്തയിൽ പാലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ അവയവം മോഷ്ടിച്ചു എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കൂടെ അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെട്ട് അധികൃതർ. അപ്പം ഈ മരണപ്പെട്ട് കിടക്കുന്ന ബോഡികളിൽ നിന്ന് വരെ പാട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം വേണമെന്ന്. ഇപ്പം ഇപ്പം യുദ്ധത്തിൽ പോലും ഒരു മൃതദേഹം കിട്ടിയാൽ, അതായത് യുദ്ധാനന്തരത്തിന് അതായത് യുദ്ധത്തിൻ്റെ ഫലമായി ഒരു ബോഡി കിട്ടുകയാണ്, അതിനോട് അനാദരവ് കാണിക്കുന്നത് ആ മനുഷ്യൻ എവിടെയാണ്, ഏത് രാജ്യത്തിന് ബിലോങ് ചെയ്യുന്നോ ആ രാജ്യത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇപ്പം നമ്മളുടെ സൈനികൻ അപ്പുറത്തെ രാജ്യത്ത് പോയി ഒരു വഴക്കിനോ മറ്റോ പോയ ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ഒരു വെടിവെച്ച് കൊല്ലേണ്ടി വന്ന ഒരവസ്ഥ സപ്പോസ് ആണേ. അപ്പോൾ ആ ആക്സിഡൻ്റൽ ഒരു ഡെത്താണ്. ഇനി അല്ലെങ്കിൽ അവർ തമ്മിൽ ആ പക പോക്കാനുള്ള അതിർത്തി കടന്നതിൻ്റെ ദേഷ്യത്തിലായിരിക്കാം, അതും ഓക്കെ. അതിനപ്പുറം ബോഡി പാർട്ടിൽ കാണിക്കുന്ന വൃത്തികളുണ്ട്. കണ്ണൊക്കെ ചൂഴ്ന്നെടുത്തിട്ട് പറഞ്ഞു വിടുന്ന ഒരു രീതി പാകിസ്ഥാനികൾക്കുണ്ട്. അത് ഏറ്റവും ക്രൂരവും ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മളുടെ സൈനികന്മാർ അവിടെ പെട്ടുപോയാൽ അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളുടെ തന്നെ ഒരു പ്രതിനിധിയാണ് നമ്മളുടെ സൈനികരെന്നുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാലസ്തീനികളെ അത്തരത്തിൽ അവരുടെ അവയവങ്ങൾ എടുത്ത് മാറ്റുന്നു, അങ്ങനെ ആ ബോഡിയോട് ഒരു ഡിസ്റെസ്പെക്റ്റ് കാണിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അവനെടുത്ത് വെച്ച് പറയുന്നത്. അവന് തന്തയില്ല, അതിന് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തള്ളയെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അതിനകത്ത് സ്പെസിഫിക്കലി ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. 67 കുട്ടികളടക്കം 735 പേരുടെ ബോഡിയാണ്, തടവുകാരുടെ മൃതദേഹം. 735 പേര് തടവുകാർ, അവരുടെ മരണം. അതിൽ 67 കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ അവിടെ തടവാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ഒരു സംഗതിയാണ്, മനുഷ്യത്വരഹിതമായ കുരുതിയാണ്. കുഞ്ഞുങ്ങളെയാണ് അവർ കൊല്ലുന്നത്. ഇതിനകത്ത് മതം കുത്തിക്കയറ്റി അതിനകത്ത് തലച്ചോറും സുനയും കണ്ടില്ല എന്ന് ഇവൻ അറിയുന്നു എന്നുള്ള രീതിയിലൊരു ക്യാപ്ഷനും ഇട്ട്, അതായത് തലച്ചോറും സുനയുടെ അറ്റവും മാത്രം കിട്ടിയില്ല എന്ന പരാതി ഞാനും കേട്ടു എന്ന് പറഞ്ഞ് ഒരു ചിരി സ്മൈലി ഇടുമ്പോൾ ഇവൻ എത്രത്തോളം ക്രൂക്കഡാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവൻ സംഖ്യയൊന്നും അല്ല കേട്ടോ. സംഖ്യകൾക്ക് പിന്നെയും കുറച്ചുകൂടെ ബോധമുണ്ടെന്ന് ഞാൻ പറയും. സംഖ്യകളെക്കാൾ കൂടുതൽ ഇവനൊരു സൈക്കോയാണ്. തീർത്തും ഒരു സൈക്കോ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വൃത്തിയിട്ടവൻ. മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഇവൻ്റെ സുനാട കേസ്, എടാ പൊട്ട, എടാ കണാപ്പ, ആ 735 പേർക്ക് മാത്രമല്ലടാ സുന ഇല്ലാത്തത് ഇസ്രായേലികൾക്കുവാ. അവന്മാർ സുന ചെത്താറുണ്ട്, അതറിയത്തില്ലേ? നീ വിചാരിക്കുന്ന പാലസ്തീനികൾക്ക് മാത്രമാണ് സുന ഇല്ലാത്തതെന്നാണ്. എടാ സുന ഇല്ലാത്തത് കൊണ്ട് തലച്ചോറിൽ ആളില്ലെന്ന് പറയുകയാണെങ്കിൽ അത് ആദ്യം ഇല്ലാണ്ടാവേണ്ടത് ഇസ്രായേലികൾക്കാണ്. പിന്നെ പാലസ്തീൻ സ്വദേശികളെ തീർച്ചയായിട്ടും ഞാൻ തലച്ചോറില്ലാത്തവരെന്ന് തന്നെ പറയും.
നീതിബോധവും ഇസ്ലാമിയത്തും തലയിൽ കയറിയിട്ട് ഇതേപോലെ വക്രബുദ്ധി പിടിച്ച ഈ വൃത്തികെട്ട, അത് ഹിറ്റ്ലർ പോലും നീക്കി നിർത്തിയ ഈ വൃത്തികെട്ട ഇസ്രായേലികൾക്ക് സ്പേസ് കൊടുത്തില്ലേ, അന്നം കൊടുത്തില്ലേ? ആ തലച്ചോറില്ലായ്മ അവർ കാണിച്ചത് കൊണ്ടാണ് ഇന്ന് 67 കുട്ടികളടക്കം 735 പേരെ ആ നാറികൾ തച്ചു കൊന്നത്. അപ്പം അതവർക്ക് തലയ്ക്ക് സുഖമില്ലെന്നോ തലയിൽ ആള് താമസമില്ലെന്ന് പറയണത് ഞാൻ അംഗീകരിക്കുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവർ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കില്ല. സ്വന്തം രാജ്യം ഇഞ്ചിഞ്ചായിട്ട് തീർത്ത് നക്കി തുടച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തെ അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ സുനയുടെ കാര്യം പറയുമ്പോൾ രണ്ടുപേരും ഈക്വലാടാ. നിനക്കും ഇല്ല, നിന്റെ മകനുമില്ല, നിന്റെ തന്തയ്ക്കുമില്ല, നിന്റെ വീട്ടിലുള്ള ആണുങ്ങൾക്ക് ആർക്കുമില്ല സുനയുടെ അറ്റം. നിന്റെ അതിനകത്ത് കുറച്ച് കയറ്റി വെട്ടി. പിന്നെ ഇവൻ്റെ ഈ ഒരു വിഷമം ഇങ്ങനെ എഴുതിയിട്ടത് കണ്ടിട്ട് വളരെ ദേഷ്യം തോന്നിയിട്ട് ഒരു ഫ്രീ തിങ്കർ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഈ നികൃഷ്ട മുസ്ലിം വിരുദ്ധ പോസ്റ്റ് ഇട്ടിരിക്കുന്ന വ്യക്തിയാണ് ഇന്നലെ എസൻസ് ഗ്ലോബൽ സമ്മേളനത്തിൽ ഫ്രീ തിങ്കർ ഓഫ് ദ ഇയർ പുരസ്കാരം നൽകി ആദരിച്ചത്. വെറുപ്പ് സദ്യ ഉണ്ണാൻ അവിടെ എത്തിയ നിഷ്കുകൾ ഇത് കണ്ട് ഏമ്പക്കം കൂടി വിട്ട് മാത്രമേ മടങ്ങാവൂ. പുള്ളിയുടെ വേദനയാണ് അവിടെ എഴുതി വെച്ചത്. കാരണം എസൻസ് ഗ്ലോബൽ പോലുള്ള ഒരു സംഘടന അതിൻ്റെ എല്ലാ ഇൻറ്റൻഷൻ എല്ലാം മറന്ന് മറ്റൊരു ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ബേസിക് റീസൺ എന്താ പറയുക, ഈ എക്സിൽ മുസ്ലിംസിനെ അതിനകത്ത് ചേർക്കുന്നത് കൊണ്ടാണ്. ഞാൻ നോർമലി പറയുകയാണ്, ഇപ്പം നാരായണ ഗുരുവിൻ്റെ കാര്യം എടുക്കുക. നാരായണ ഗുരുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അബ്ദുൽ ഖാദർ മൗലവി, ഒരുപാട് പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ നവോത്ഥാന നായകർക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പൊരുതിയവരാണ്. അവർക്കാർക്കും ഈ മതവിശ്വാസം വിടേണ്ടി വന്നിട്ടില്ല. അതെന്തുകൊണ്ട് വന്നാൽ ലോകത്ത് എവിടെ പോയി അന്വേഷിച്ചാലും ഇതുപോലെ ജനാധിപത്യ ബോധമുള്ളൊരു മതം മറ്റൊന്നും ഉണ്ടാവത്തില്ല. അതിലും സ്പെഷ്യലി കൺസിഡർ ചെയ്യുമ്പോൾ പറഞ്ഞ് പണ്ഡിതന്മാർ കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് കുറച്ച് ബാക്ക്വേർഡാക്കി അവരെ മാറ്റി നിർത്തി മേൽക്കോയ്മ ഉള്ള ഒരു പ്രത്യേകതര സംഗതി കൂടെയാണ്. അതിൽ നിന്നൊരു ആണ് പോയി അപ്പുറത്ത് പോയിരുന്ന് ബഹളം വയ്ക്കുന്നതാണ് മനസ്സിലാകാതെ. ഇപ്പം സ്ത്രീകൾ പോകുമ്പോൾ പറയാം, ചിലപ്പോൾ വീടുകളിൽ ചില രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാകും. കാരണം മേൽക്കോയ്മയുള്ളൊരു സൊസൈറ്റിയാണ്, അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും പെണ്ണുങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ആ റെസ്ട്രിക്ഷനെ ബേസ് ചെയ്തത് മതത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നാൽ, പെണ്ണുങ്ങൾ വന്നാൽ സമ്മതിച്ചു. ഈ ആണുങ്ങൾ എന്തിനാ വന്നാൽ അതിനൊരൊറ്റ റീസണേ ഉള്ളൂ, കുത്തിക്കഴപ്പ്, ജോലി ചെയ്യാൻ വയ്യ, വിയർപ്പിൻ്റെ അസുഖം. ഈ ആരിഫ് KUNNA മോനിക്ക് അതുണ്ട്. അവൻ്റെ ഉമ്മായ നോക്കി വെള്ളം ഇറക്കി, ആ സ്ത്രീ കടുക്ക കഷായം കാച്ചി കുറുക്കി ഇവനിക്ക് കൊടുത്തു. ഇതോടുകൂടി അവൻ്റെ വർക്കബിൾ കണ്ടീഷൻ നത്തിങ് ഹോഗയാ ഹേ. പിന്നെ അവന് കെട്ടിക്കൊടുത്തു ഒരു പെണ്ണിനെ, എങ്ങനെയില്ല അവിടെ കിടക്കട്ടെ എന്ന്. സ്പൂണി കോരി ഒഴിച്ചതാണോ അതേ ആരോടെങ്കിലും പോയി വെടിവെച്ചതാണോ എന്തോ, പെണ്ണ് ഗർഭിണിയായി. അപ്പം ഇവനിക്ക് ആത്മവിശ്വാസമായി, ഞാൻ അത്യാവശ്യം ആണായിരുന്നു. സംഗതി പെണ്ണിൻ്റെ കൂടെ ഇരിക്കുന്ന ആ കൊച്ചിനെ കൊണ്ടുപോയി DNA ടെസ്റ്റ് എടുക്കാമെങ്കിൽ കാര്യം തെളിയും. അതിനപ്പുറം ഒന്നും പറയാനില്ല. പിന്നെ രണ്ടാമതൊരുത്തിയെ കെട്ടിക്കൊടുത്തു, അതും ഇത് തന്നെ. അവൾ പൈസ ചോദിച്ചു, അവളുടെ പണം വാങ്ങിച്ച് അവൻ ദൂർത്തടിക്കുന്നത് കണ്ട് അവൾ ആകെ ടെൻഷനായി. ഇവൻ്റെ സുനായും വർക്ക് ചെയ്യുന്നില്ല, പണവുമില്ല. അവസ്ഥ കെട്ടപ്പം പാവപ്പെട്ടവൾ എന്ത് ചെയ്തു, അടുത്ത ഒരു നടപടി എടുത്ത് കൊണ്ടുപോയി കേസ് കൊടുത്തു. തള്ള പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് പറഞ്ഞങ്ങ് വിട്ടു. അടുത്തൊരെണ്ണത്തിനെ പറ്റിച്ച് വീണ്ടും കൊണ്ടുവന്നു. എന്നെ തള്ള അടങ്ങണ്ടേ, മോൻ്റെ സ്വഭാവം മനസ്സിലാക്കണ്ടേ. പിന്നെ ഒരു കാര്യം, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനെ വെറുതെ നിർത്തി അവൻ ഉമ്മായ കയറി പിടിക്കുന്ന മോനാ. അത് അവർ തന്നെ തുറന്നു പറഞ്ഞേ, കിട്ടിയാവ എന്നെയും പ്രോഗ്രാം ചെയ്യുമെന്ന്. അങ്ങനെയുള്ളവനായതുകൊണ്ടായിരിക്കും രണ്ടാമത് തന്നെ കെട്ടിച്ചു കൊടുത്തത്. അത് പിന്നെ ഒന്നും പറയാൻ പാടില്ല. ആ പെണ്ണുമ്പിളയാണെങ്കിൽ ഇതിനെക്കാട്ടിയും ശല്യം. 2 കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ആ കൊച്ചുങ്ങൾക്ക് ചിലവിനും കൊടുക്കൂല, ഫ്രീയാണ്. അത് നാട്ടുകാർ നോക്കിക്കോണമെന്നാണ് പറയുന്നത്. അവനുണ്ടാക്കിയിട്ട പിള്ളേർ നാട്ടുകാർ ചാപ്പാട് കൊടുക്കണം. അവൻ ഫ്രീ തിങ്കർ ഓഫ് ദ ഇയർ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് നടക്കുകയാണ്. 3 കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കുകയോ നോക്കുകയോ ചെയ്യുകയില്ല. അവൻ്റെ ഭാര്യമാർ എന്ന് പറയുന്ന ഈ 2 എണ്ണം അതുങ്ങളെ നോക്കൂല. ഇപ്പോൾ ഒരുത്തിയെ കൊണ്ടുവച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് നാട്ടിലുള്ള പെണ്ണുങ്ങളെടുത്തൊക്കെ അശ്ലീലവും വൃത്തികേടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ശ്രീജ നെയ്യാറ്റിൻകരയെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടില്ലേ? അവൻ്റെ ഓർമ്മയിൽ അവൻ ചിന്തിക്കുന്ന മുഴുക്ക സുന ഉണ്ടാണ്. അവൻ മനുഷ്യരായി പരിഗണിക്കുന്നില്ല. അവൻ്റെ എല്ലാ ചിന്താധാരയിലും സുന ഈസ് ദെയർ. അവൻ ഇസ്രായേലിൽ പോയിട്ട് പാലസ്തീനുകാരെ പറയും, മുസ്ലിങ്ങളെ പറയും, അപ്പോഴും സുന വിഷയം വെച്ചാ പറയുന്നത്. അത് എൻ്റെ കൗതുകം അവിടെയാണ്. ഈ ഇസ്രായേലികൾ സുന കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവനെന്താ ഇസ്രായേലുകളെ വിലക്കണ്ടേ? അവരെടുത്ത് പറയടാ, കട്ട് ചെയ്യാൻ പാടില്ല, ഡോണ്ട് ഡു എന്ന്. നീ എന്താ ഇവരെടുത്ത് മാത്രം പറയുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. നെവിനിക്ക് ഫ്രീ തിങ്കറിൻ്റെ അവാർഡ് കിട്ടിയതിന് നമ്മൾ ഈ പറയുന്ന ഒരു ഫ്രീ തിങ്കറും ടെൻഷൻ ആകണ്ട. അവന് കിട്ടിയിരിക്കുന്ന അവാർഡ് അവന് അർഹതപ്പെട്ടതാണ്. അവനെല്ലാം ഫ്രീ ആയിട്ട് വേണം, എവറിത്തിങ് ഫ്രീ. പൈസ കൊടുക്കാനോ ചെലവ് കൊടുക്കാനോ ഒന്നിനും വയ്യ. അവനെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടണം. പിന്നെ ഇവൻ്റെ ഭാര്യമാരെന്ന് പറയുന്ന ഈ 2 പേരെ കയ്യിൽ ഓരോ പെൺകുട്ടികളുണ്ട്. നല്ല കാര്യം അവരെ നീക്കി നിർത്തുന്നു. അല്ലെങ്കിൽ ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ, ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പിന്നെ ഇവൻ്റെ പ്രോബ്ലം ഈ സുന ബേസ്ഡ് ആണെങ്കിൽ അത് മെൻ്റലി അവനിക്ക് പ്രാപ്തിയുണ്ട്. ഈ സുന ഈസ് നോട്ട് വർക്കിംഗ്. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, വല്ല വയാഗ്രയും കാണിച്ച് കഴിക്കടാ,
അല്ലെങ്കിൽ അതിന് മെഡിസിൻ ഉണ്ട്, അത് പോയി എടുക്ക്. നിന്റെ ഉമ്മ തന്ന കടുക്ക കഷായം വർക്കബിൾ ആയതുകൊണ്ടാണ് നിനക്ക് ഇത് കൊണ്ട് വേറെ എവിടെയും കൊണ്ട് പ്രയോജനപ്പെടാത്ത തരത്തിലായിപ്പോയത്. അതുകൊണ്ട് ഞാൻ ആ ഉമ്മയെ കുറ്റം പറയത്തില്ല, കാരണം അവരത് ആപ്റ്റായിട്ടൊരു ഡിസിഷനാണ് എടുത്തത്. അല്ലാച്ചാൽ അവർക്ക് നിന്നെ ചുമക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരത്തില്ലേ? പെറ്റ തള്ളയെ നോക്കി അവരുടെ വയറ് കാണുന്ന പിക്ചർ ഉണ്ടെന്ന് നാട്ടുകാരെ ഞാൻ കാണിക്കുമെന്നും പറയണ അഭിമാനിയായ ഈ മകനെ പുകഴ്ത്തി അവനിക്ക് ഫ്രീ തിങ്കർ ഓഫ് ദ ഇയർ അവാർഡ് കൊടുത്തില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. ഇനി ഇതിനെക്കാട്ടി വലിയൊരു കോമഡി നടന്നിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നിടത്ത് ആരുടെ തോക്കും കൊണ്ടുവന്നു. ദീപാവലി അല്ലേ, കുഞ്ഞിനെ കാണാൻ പട്ടാസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തോക്ക് വാങ്ങിച്ച് ആരാണ്ടാം മടിപ്പാക്കിന് വെച്ച് അത് യവന്മാര് കണ്ടുപിടിച്ച് അത് ഇവനെ കൊല്ലാനാണ് അത്രേ. ലോകത്താരെങ്കിലും കക്കൂസ് പൊളിച്ചിട്ട് ജയിലിൽ പോകും. ഈ നാറിയെ തല്ലിയിട്ട് ജയിലിൽ പോകുന്നവരെ സമ്മതിക്കണമെന്നല്ലാതെ എന്താ പറയുക, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ഈ വിഷയം കണ്ടതുകൊണ്ടും ഫ്രീ തിങ്കേഴ്സ് ഒന്നടങ്കം ഇരുന്നുകൊണ്ട് ഇതിനെപ്പറ്റി പുലമ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരിയാണ് വന്നത്. പ്ലീസ് ലിസൺ. ഇപ്പം തന്നെ കുറച്ച് ദിവസം മുമ്പ് ഇവൻ പറയുന്നതിനകത്ത് ഒരു കഴമ്പുമില്ലെന്നും ഇവൻ നുണയാണ് പറയണമെന്നും ഇവന് ഖുറാന്റെ ABCD അറിയില്ലെന്നും ഇസ്ലാം മതം എന്താണെന്ന് പോലും അറിയില്ല എന്നും നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞ് തെളിയിച്ചതാണ്. സോ റിപ്പീറ്റഡ്ലി ഒരു വായ്ത്താളം അടിക്കുന്ന തലയ്ക്ക് സുഖമില്ലാത്ത ഒരു ഊളയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ പറയരുത് ദയവ് ചെയ്തിട്ട്. ഇതിനെ റിയാക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായിൽ നല്ലത് വരത്തില്ല. പ്രത്യേകിച്ച് ആരിഫ് KUNന്റെ മോൻ്റെ കാര്യം പറയുമ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസിന് പോലും പോകാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു. കാരണം കുട്ടികൾക്ക് അറിയണത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർ കുട്ടികളെ അങ്ങനെ ഇപ്പോഴൊക്കെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാതെ മുമ്പൊക്കെ എൻ്റെ ബാല്യകാലത്തൊക്കെ ഞാൻ ഒരുപാട് കണ്ട് വിഷമിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എതിർക്കുന്നുണ്ട്, അവൻ സപ്പോർട്ട് ചെയ്യും. അവൻ അവിടെ എഴുതി കൊടുത്തതാണ് പെണ്ണുങ്ങൾക്ക് സുഖമില്ല, പെണ്ണുങ്ങൾക്ക് സുഖം കിട്ടുന്നില്ല എന്ന്. ഉടനെ കോടതി മറുപടി പറഞ്ഞ് നാട്ടിൽ ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കില്ല, കോടതിയുടെ കാര്യം എടുത്തുകൊണ്ട് പോടാന്ന്. ഇവന് ഇതേ ചിന്തയാണ്. കടുക്ക കഷായത്തിന് എന്താണോ മറുമരുന്ന് അത് ചെയ്ത് എത്രയും പെട്ടെന്ന് അവനെ ക്യൂർ ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതങ്ങോട്ട് തലയ്ക്ക് കയറി ഇവര് സുന വർക്ക് ചെയ്യുന്നില്ല, തലയിൽ മുഴുക സെക്സും. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മാച്ചപ്പ് ആവാത്തതിന്റെ കിടുക്കാമണിയുടെ പ്രശ്നം കൊണ്ടാണ് അവൻ ഈ കുരുത്തക്കേട് അത്രയും പറഞ്ഞുണ്ടാക്കുന്നത്, അല്ല ഒന്നുമല്ല. പക്ഷെ എന്നാലും ആരിഫെ ഒരു കാര്യം പറയാമടാ, നമുക്ക് ജയിക്കാൻ വേണ്ടി നമ്മൾ ഏത് എക്സ്ട്രീമും പറയും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ 67 കുഞ്ഞുങ്ങളെന്ന് പറയുന്നിടത്ത് നിന്റെ മനസ്സാക്ഷിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ണാടി നോക്ക് കേട്ടാ മലരെ. പിന്നൊരു കാര്യം ഉണ്ടടാ, നീ എന്ത് കുന്തോന്ന് പറഞ്ഞാലും ലോകം കീഴ്മേഴ് മറിയൂന്ന് പറഞ്ഞാലും മലരെ ഈ ഒരു വിഷയത്തിന് എൻ്റെ നേർക്കൊന്നും വന്ന് നിൽക്കല്ലടാ. അടിക്കാനൊന്നുള്ള ആവതെനിക്കില്ല, പക്ഷെ തുപ്പാൻ പറ്റും. നല്ല കപം തുപ്പിയിടും നിന്റെ മുഖത്ത്, മനസ്സിലായ? അത്ര മ്ലേച്ഛനാണ്ടാ നീ. സത്യത്തിൽ ആ കുട്ടികൾ പുറം ലോകം കാണരുത്. ഏത് നിന്റെ 3 എണ്ണം കാണരുത്, അവരറിയരുത്. കാരണം നിന്നെ ജനങ്ങൾ വെറുക്കുന്ന ആ വെറുപ്പ് ആ പാവം കുട്ടികൾ കൂടെ കിട്ടും. അത്രയ്ക്ക് വിഷവിത്താണ് നീ, മനസ്സിലായ? ഈ കേരളം എന്നല്ല ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷ ജന്തുവാണ് നീ. ബാക്കിയൊക്കെ ഓക്കേടാ, രാഷ്ട്രീയപരമായോ ആശയപരമായോ ഒക്കെ നമുക്ക് സംവദിക്കാം. പക്ഷെ 67 കുഞ്ഞുങ്ങളുടെ മൃതശരീരവും 735 പേരുടെ മൃതശരീരവും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നിടത്ത് പോയി നിനക്ക് ഈ വൾഗരിസം എടുത്ത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയെങ്കിൽ വൈറലാവാൻ എന്തും ചെയ്യരുതടാ. അതിന് ഇച്ചിരി നല്ല വിഷം വാങ്ങി അങ്ങ് തിന്നാൽ മതി. ശല്യം ചവിയെ ചത്തുപോലെ. ഇതിനെക്കാട്ടി നല്ലതാ കുറെ തീട്ടന്മാർ തിന്നടാ, മാറി. കഷ്ടം.